അപ്പോൾ നമ്മൾ പട്ടടക്കലാണുള്ളത്. ബാക്കി കാര്യങ്ങൾ നേരിട്ട് കാണാം. ഇതാണ് പട്ടടക്കലത്തെ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ്. ഇനി ഓരോന്നും കയറിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ മാതൃകയിൽ ഉണ്ടാക്കിയ ക്ഷേത്രമാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. ശിവ ദ്വാരകാപാലന്മാരൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സ്ട്രക്ചർ കുറച്ച് ഇഷ്യൂ ഉള്ളത് കൊണ്ട് അതിൻ്റെ അടുത്തൂടെ പ്രവേശനമില്ല. ഈ പുറത്തു കൂടി നമുക്ക് കാണാൻ പറ്റും. പ്രകാശം നല്ലപോലെ ഉണ്ട്. കുറച്ചുകൂടി ഒരു വലിയ ക്ഷേത്രമായിരുന്നു തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ബേസ് തന്നെ നല്ല വലുപ്പമുണ്ട്. ഇപ്പോഴേ സ്ട്രക്ചറലായിട്ടുള്ള ഇഷ്യൂസ് കാരണം അടുത്തേക്ക് നമുക്കാർക്കും അനുവാദമില്ല പോവാൻ. ഇതെല്ലാം AD 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് കാലഘട്ടമാണ്. അതായത് 1500-ലധികം വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് പിന്നെ ഞാൻ കാണിച്ചു തരാം. ജലജനാഥ ടെമ്പിളാണ് ഇതിലെഴുതിയിരിക്കുന്നത്. ജലജനാഥ ടെമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതാണ് ജലഗനാഥ് ടെമ്പിൾ. ജലഗനാഥ് ടെമ്പിളാണ് ഈ കാണുന്നത്. ഇത് 8-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1200-ലധികം വർഷം പഴക്കമുണ്ട്. രാത്രി നേരത്തെ ഒരു ലൈറ്റിനിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്.
അതാണ് ഇവിടെ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് 6 മണിക്ക് ശേഷം ഇവിടെ പ്രവേശനമില്ല. അടുത്ത വസ്തുക്കളെ ഇവർ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ചില ഭാഗങ്ങളെല്ലാവരും റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ചന്ദ്രശേഖര ടെമ്പിൾ 750 ക്രിസ്ത്യൻ എറ AD ഉണ്ടാക്കിയതാണ്. അപ്പോൾ അഗെയിൻ 1200+ വർഷം പഴക്കം. ചന്ദ്രശേഖര ക്ഷേത്രത്തിൻ്റെ അകത്ത് ശിവലിംഗമൊന്നും കാണാനില്ല. ഈശ്വരനെ ഒന്നുകൂടി കാണിക്കാം. ആണ് സംഗമേശ്വര ടെമ്പിൾ. വിരൂപാക്ഷ ക്ഷേത്രം. ഈ വിരൂപാക്ഷ ക്ഷേത്രമാണ് നമ്മുടെ ഹംപിയിലെ ഏറ്റവും വലിയ അമ്പലം. നേരെ കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്. വിരൂപാക്ഷ ക്ഷേത്രമെല്ലാം കാണിക്കുന്നു. ഇവിടെയുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സാണ്. ഈ വിരൂപാക്ഷ ക്ഷേത്രത്തിന് നല്ലൊരു ചുറ്റുമതിലുണ്ട്. ഈ ചുറ്റുമതിൽ തന്നെ നല്ല അതിമനോഹരമാണ്. ഇതാണ് അതിൻ്റെ ചുറ്റുമതിൽ. ചുറ്റമ്പലം എന്നതിനേക്കാളുപരി ചുറ്റുമതിൽ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പേരൊന്നും എഴുതി കണ്ടില്ല. നമ്മൾ വിരൂപാക്ഷൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നോക്കാം. ഈ മതിൽക്കെട്ടുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇതൊരു ഗംഭീര മതിൽക്കെട്ടാണ്. നല്ല വണ്ണത്തോടു കൂടി ഇടയിൽ ഗ്യാപ്പുണ്ട്. കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള കെട്ടാണ്. അതിൽ കുത്തുപിടികളുമുണ്ട്. അതെല്ലാം കാലക്രമത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഒരു മതിൽക്കെട്ടിൻ്റെ ഛായ ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് നോക്കാം. മതിൽക്കെട്ടുകൾ കാണാൻ പറ്റും. ഈ വിരൂപാക്ഷ ക്ഷേത്രത്തെ കുറിച്ചിട്ട് ഇവിടെ കുറച്ച് പറയുന്നുണ്ട്. 1734, 33, 44 ക്രിസ്ത്യൻ എറയിലാണ്. വീണ്ടും 1300 വർഷം പഴക്കം കാണുന്നുണ്ടെന്ന് വിചാരിക്കും. ഇവിടെ കൊത്തുപണികൾ, കല്ലിലുള്ള കൊത്തുപണികൾ വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. ഞാൻ എല്ലാ ഇതുപോലുള്ള കൊത്തുപണികളിലെപ്പോഴും പറയാറുണ്ട്. ഇവിടെ ശിവനും പാർവതിയുടെ രൂപം ഞാൻ നന്നായിട്ട് കുത്തിവെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടം കൂടി ചിന്തിച്ചിട്ട് വേണം ഈ ജോലികളെ, ഈ വർക്കിന്, ഈ പ്രവൃത്തിയെ വിലയിരുത്താൻ. അതായത് 1300 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്ന വർക്കാണെന്ന് കണക്കില്ല. ഇവിടെ ഒരു സിംഹമുണ്ട്, അതേപോലെ ഒരു സിംഹമുണ്ട്. അവർ ഇതിനെ താങ്ങുന്ന പോലെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ആനകൾ സർവ്വസാധാരണമാണ്. പക്ഷേ വിവിധ ആനകളുടെ രൂപങ്ങളാണ് ഈ താഴത്ത് കിട്ടിയത്. അപ്പം അന്നും മുഴുവൻ ഈ ലോകത്തിൽ ഇന്നത്തെ പോലെ തന്നെ അന്നും ഒരു ആനഭ്രാന്തന്മാരുടെ കാലമായിരുന്നു തോന്നുന്നു. ആനമയാണ് ഇതിനൊന്നും മൊത്തത്തിലും ചുറ്റിക്കാണാം. ഇതിൻ്റെ സീലിങ്ങിലുള്ള കൊത്തുപണി അതെല്ലാം പല സ്ഥലങ്ങളിലും കോമൺ ആണ്. ചിലത് ദ്രവിഡിയൻ ആർക്കിടെക്ചറാണ്. ലോയിസാല, പല പല രീതികളുണ്ട്. അവിടെ സിംഹവും ഒരു സിമെട്രിക്കലായിരിക്കും. ഇവിടെ ഉള്ളത് തന്നെ അങ്ങേ വശത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൊടുക്കും. ഇതാണ് ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത്. ഒരു ശൈവ സമ്പ്രദായം കൂടുതലായിട്ട് കാണുന്ന പോലെയുണ്ട്. കാരണം ശിവനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് ഇവിടെയെല്ലാം ആലേഖനം ചെയ്യുന്നത്. ഒക്കെ വെവ്വേറെ ശിവലിംഗങ്ങളോ അല്ലെങ്കിൽ താപസൗകര്യന്മാരുടെ സ്ഥലങ്ങളോ ആയിരിക്കാം.
ഇതിങ്ങനെ ഈ നോർത്ത് ഇന്ത്യയിലെ ഈ ഭാഗത്തുള്ള ക്ഷേത്രങ്ങൾ, നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മധ്യ ഇന്ത്യയിലോ കാണുന്ന ഒരു രീതിയാണ്. അവിടെയുള്ള സന്യാസി വര്യന്മാർക്ക് ഇരിക്കാനും ഉള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഇവിടെ ജനാലയ ആളുകൾ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പുറത്തിലൂടെയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ കൊത്തുപണികളും കാണാവുന്ന രീതിയിൽ വളരെ മെല്ലെയാണ് എടുത്തു പോകുന്നത്. താല്പര്യമുള്ളവർക്കത് കണ്ട് മനസ്സിലാക്കുക. അതേപോലെ ഇവിടെയൊക്കെ ഈ കുറേ റൂമുകളുണ്ടാവും. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിൻ്റെ ചുറ്റും. സാധാരണ ഇവിടെ ധ്യാനം ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് ധ്യാനിക്കാനും താമസിക്കാനുള്ള സന്യാസി വര്യന്മാർക്കൊക്കെ ഉള്ളൊരു സംവിധാനമായിട്ടാണ് പല ക്ഷേത്രങ്ങളും കണ്ടിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് ഇത് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുകയാണ്. ശരിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഇങ്ങനെ കുറേ അമ്പലത്തിൻ്റെ ചുറ്റൊരു 10-14 അറകളുണ്ട്. ഈ ഒരാൾക്ക് താമസിക്കാൻ പാകത്തിനുള്ള സംവിധാനം. അതാത് കാലഘട്ടങ്ങളിലുള്ള ദിവ്യപുരുഷന്മാർ ഇരുന്ന് ധ്യാനം ചെയ്യാനൊക്കെ ഉപയോഗിച്ച സ്ഥലമായിരിക്കും. ഒരു ഗോപുരം, പുറത്തേക്കുള്ള വഴി എല്ലാം കല്ലുകൾ കൂട്ടിവെച്ച് ഇതാക്കിയിരിക്കുന്നതാണ്. ഒരു തത്തയടക്കമുണ്ട് കയ്യിൽ. ഇത് പിന്നീട് കൊണ്ടുവച്ചതാണ് തോന്നുന്നു. അത് ഇവിടെ കുത്തിയതല്ല. അതിൻ്റെ കല്ല് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇവിടത്തേക്ക് ആവാൻ സാധ്യത കുറവാണ്. സിമെൻ്റൊക്കെ അതിലിട്ട്, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുത്തായിരിക്കും. ചുറ്റും നേരത്തെ കാണിച്ചു. കൊത്തുപണികളുടെ ഒരു സാമ്രാജ്യമാണ്. നമ്മൾ നേരത്തെ വന്നപ്പോഴും ഇവിടെ കാണിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗം കവർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ മഹാവിഷ്ണുവിനെ കാണാനുണ്ട്. മഹാവിഷ്ണുയുടെ രൂപമാണ്, ശംഖചക്ര ഗതാഗതനായിട്ട്. അതേപോലെ തന്നെ ദശാവതാരങ്ങളുണ്ടോ സംശയമുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, ഈ രൂപങ്ങളെല്ലാം ഏകദേശം ഈ ഭാഗത്ത് ഇങ്ങനെ തോന്നുന്നു. പശുപതിനാഥൻ, ശിവൻ്റെ വേറെ. മുകളിലത്തെ കൊത്തുപണികൾ അതിലും സങ്കീർണമാണ്. ഇവിടുത്തെ കൊത്തുപണികൾ കുറച്ചുകൂടി സങ്കീർണമാണ്. നമ്മളത് പടം കണ്ടിട്ട് കൃത്യമായിട്ട് നോക്കിയാലാണ് ആ സങ്കീർണത മനസ്സിലാവുന്നത്. ദ്രവീഡിയൻ ചാലുക്യ രീതികളുടെ ഒരു സമന്വയമാണ്, അതിൻ്റെ ഒരു കൂടിച്ചേരലാണ് ഈ ക്ഷേത്രം. അതാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചറലായിട്ടുള്ള പ്രത്യേകത. നമ്മുടെ തമിഴ്നാട്ടിലത്തെ ക്ഷേത്രങ്ങളൊക്കെ ഒരു ദ്രവിഡിയൻ ആർക്കിടെക്ചറാണ്. പിന്നെ ചാലുക്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു സമന്വിത ഭാവമാണ് ഇവിടുത്തെ ശൈലി. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു ആലുണ്ട്. ഇനിയിപ്പോൾ വ്യക്തി പിടിപ്പിച്ചാണോ അറിയില്ല. ഒരു വലിയൊരു നന്ദികേശൻ. അത് കഴിഞ്ഞ് ഇങ്ങനെ കയറിയാൽ എൻട്രൻസ് ഗോപുരം. അവിടെ വലിയൊരു നന്ദിയുണ്ട്.
നന്ദീനെ അവർ കുത്തി മിനുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ നന്ദിയെ മാറ്റിയിട്ടാണ് ഈ നന്ദീനെ മാറി പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഉള്ളിലെ നന്ദി തോന്നുന്നു കണ്ടിട്ട്. കാരണം അത് കുറച്ചും കൂടി പോളിഷും പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഗോപുരത്തിൻ്റെ ചിത്രങ്ങളാണ്. ഈ ഏറ്റവും ഭംഗി തോന്നിയത് എനിക്ക് ആ മതിൽക്കെട്ടുകളാണ്. മതിൽക്കെട്ടുകളൊരു തനതായ ഒരു ശൈലി കാണാനുണ്ട് അവിടെ. ഒരു ഗണപതിയുടെ തകർക്കപ്പെട്ട വിഗ്രഹം ഇവിടെ കാണാം. നന്ദികേശൻ. ഈ നന്ദി പഴതന്നെയാണെന്നാണ് അവർ പറയുന്നത്. 7-ാം നൂറ്റാണ്ടത്ത് അതവർ പോളിഷ് ചെയ്തതാണ്. അവിടെ വെള്ള കൊത്തുമണികൾ കാണാം. ഈ തൂണുകളുടെ കൊത്തുമണികൾ ഭംഗിയുള്ള ഡിസൈനാണ്. നന്ദി ഇവിടെ പൂജ ചെയ്യുന്ന ആളുടെ 2 മക്കളാണ്. ഈ ഡിസൈനൊക്കെ വളരെ സസൂക്ഷ്മം മുക്കിനും ഭംഗിയുള്ള ആർക്കിടെക്ചറാണ്. പിന്നെ കൊത്തുപണികളൊരു ഭയങ്കര സിമെട്രിക്കലായിട്ടേ, ഇത് കല്ലിലാണത് കൊത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പാടാ. ഒരു തുണി ഇങ്ങനെ കെട്ടി വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നന്ദി അത് ഇവിടെ വിരൂപാക്ഷ ക്ഷേത്രത്തിൽ ആരാധന ഉണ്ട് കേട്ടോ. അതാണ് വ്യത്യാസം. ഈ വിരൂപാക്ഷ ക്ഷേത്രം 13-ാം സെഞ്ചുറിയിലുള്ള ഈ വിരൂപാക്ഷ ക്ഷേത്രത്തിൽ 1300 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ആരാധന ഇപ്പോഴും ഉണ്ട്. നന്ദിയാണ്. നമുക്ക് ക്ഷേത്രത്തിലേക്കൊന്നും പോയി. ഇവിടെ എല്ലാ പില്ലേഴ്സിലൊക്കെ നല്ല കൊത്തുപണികളാണ്. നിറച്ചും കൊത്തുപണികളാണ്. ഇവിടെ അന്നത്തെ ലിപികളിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ട് നമുക്കൊന്നും അറിയില്ല. ദേവി ഈ ക്ഷേത്രത്തിലൊരു 4 തൂണിലുള്ള കൊത്തുപണികൾ അസാമാന്യമാണ്. 13-ാം നൂറ്റാണ്ടല്ലേ. ഇത് ആനേൻ്റെ മുകളിൽ 2 ആള് കയറിയിരുന്നു. അതിനെ നിയന്ത്രിക്കുന്ന പോലെയാണ്. അൾട്ടിമേറ്റാണ്. കൊത്തുപണിയുടെ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതൊരു പിടുത്തമില്ല. ഓരോ തൂണിലും ഓരോ പോലെയാണ് കൊത്ത്.
ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് തൂണിലേക്ക് നോക്കിയപ്പോഴാണ് ഈ അസാമാന്യമായ കൊത്തുപണികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന വീഡിയോസിലൊന്നും ഈ കൊത്തുപണികളെക്കുറിച്ച് അധികം പ്രതിപാദിക്കുന്നില്ല. എല്ലാ തൂണിലും വെവ്വേറെ കൊത്തുകളാണ്. അതാണ് അതിൽ എന്തൊക്കെയോ അവരത് നമ്മളോട് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാനുള്ള വിവരം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ഒരു തൂണത്തെ നോക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ റിപ്പീറ്റേഷനാണെന്ന് പറയാനാണ് ശ്രമിച്ചത്. പിന്നീട് ക്യാമറ മറ്റ് തൂണുകളിലേക്ക് പോയപ്പോഴാണ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലായത്. അവിടെ ചെറുതായിട്ട് തകർക്കപ്പെട്ട വിഗ്രഹങ്ങളാണ്. ഇത് നിറച്ചുണ്ട്. ഒക്കെ എങ്ങനെ കൊത്തിയെടുത്തു എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ എല്ലാ പുരാതന ക്ഷേത്രങ്ങളും സന്ദർശിച്ചാലും നമുക്കത് അനുഭവവേദ്യമാവും. ഈ കല്ലുകളും എനിക്കത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ മൂടി ഒന്ന് ഓടിക്കുകയാണ്. പട്ടടക്കലിൽ എത്രത്തോളം കൊത്തുപണികൾ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അകത്ത് കയറി നോക്കിയപ്പോഴാണ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. ചിലപ്പോൾ ഞാൻ എടുത്തത് ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ടാവും കേട്ടോ. അത് മിസ്സാവുണ്ടാവും പറഞ്ഞിട്ട് രണ്ടാമതെടുത്താണ്. ഈ കല്ലുകളിൽ വളരെ സ്വാഭാവികമായിട്ട് കുത്തിവെച്ച ആരെല്ലാം ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന കലാസൃഷ്ടികളാണ് ഇവിടെ മൊത്തം. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് അറിയുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണക്കാരെ ജസ്റ്റ് കാണുന്നു, സ്ട്രക്ചേഴ്സ് എല്ലാം കണ്ട് മടങ്ങുന്നു. പക്ഷെ ഇതിലുള്ള വൈഭവം ഭയങ്കരമാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ആളുകൾ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധവും അങ്ങനെയൊക്കെയാണ്, പഠനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിത്രീകരിച്ചതെന്നാണ് തോന്നുന്നത്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടൊന്ന് കാണുക. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയാലേ ഇത് ശ്രദ്ധയിൽപ്പെടുള്ളൂ. കാരണം ഇവിടെ യാതൊരു ആൾക്കൂട്ടവും ഇല്ല. വേറെ പല ഭാഗങ്ങളിലും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു തൂണുകൾ ആൾക്കാർ നോക്കാതെയാണ് പോകുന്നത്. കാരണം ഇവിടെ ഇരുട്ടാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ ഇത് കാണുള്ളൂ. അതാണ് അതിനൊരു കാരണം. കാരണം ഇവിടെ ഇലുമിനേറ്റഡ് അല്ല, അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽ വരില്ല ആൾക്കാരുടെ. ഈ കൊത്തുകൾ പലവരും, എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികൾ പകുതി കൂടുതൽ ഗൈഡുമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. അല്ലാതെ വരുന്നവർ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ട്. മല്ലികാർജുന ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ വിരൂപാക്ഷ ക്ഷേത്രമാണ് കണ്ടത്. അതിലാണ് ഈ കാലിലുള്ള കൊത്തുപണികളൊക്കെ ഞാൻ കാണിച്ചത്. ഇവിടെ എല്ലാം ഒരു കോംപ്ലക്സിൽ തന്നെ കുറേ ക്ഷേത്രങ്ങളുള്ളതുകൊണ്ട് ഈ പേരുകൾ തന്നെ നമുക്ക് ആദ്യമായിട്ടൊക്കെ വരികയാണെന്നുവെച്ചെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. ഒരു ആർക്കിയോളജിക്കൽ സെൻറ്റർ ആവുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു തവണയൊക്കെ സന്ദർശിക്കുകയുള്ളൂ. ഈ കല്ലുകളൊക്കെ ഇപ്പോൾ രണ്ടാമത് വെച്ച് പടുത്താണ് തോന്നുന്നുണ്ട്. മല്ലികാർജുന. ഈ മല്ലികാർജുനയിലും ഞാൻ നേരത്തെ പറഞ്ഞ വിരൂപാക്ഷ ക്ഷേത്രത്തിലുള്ള അതേപോലുള്ള കൊത്തുപണികളുണ്ട്. ഇതെല്ലാം ഈ കാലിലുള്ള കൊത്തുപണികളാണ്. ഇവിടുത്തെ കൊത്തുപണികൾ തികച്ചും അവിടുത്തെ നിന്ന് വ്യത്യസ്തമാണ്. ഈ കാലുകളിലാണ് കാര്യമായിട്ടുള്ള വാസ്തുശില്പം വന്നിരിക്കുന്നത്.
വിവിധ ശില്പങ്ങൾ, തലെല്ലാം ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ശില്പങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇതിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കാൻ താല്പര്യമുള്ളവരെ വന്ന് ഗഹനമായിട്ട് തന്നെ പഠിച്ച ശേഷം ഇത് സന്ദർശിക്കുക. അപ്പോൾ അത് കൂടുതൽ ആസ്വാദ്യമാവും. ഞാൻ ഓടിച്ചിട്ട് കാണിക്കുകയാണ്, കാരണം ഓൾറെഡി 1.5 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. കാലിലെ കൊത്തുപണികളാണ്, മുകളിലുമുണ്ട് കൊത്തുപണികൾ. ഇതെല്ലാം ഒരു ആനയിൽ താങ്ങുന്ന പോലെ. ഇവിടെ സിംഹം, മല്ലികാർജുനൻ്റെ വിഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ പൂജയില്ല കേട്ടോ, ഇവിടെ പൂജയില്ല. ആകെ പൂജ ഉള്ളത് വിരൂപാക്ഷ ക്ഷേത്രത്തിൽ മാത്രമാണ്, വിരൂപാക്ഷന് മാത്രമാണ് ദ്വാരപാലകൻ. അപ്പോൾ ഇത് മല്ലികാർജുനൻ്റെ ക്ഷേത്രത്തിലിതാ ഈ കൊത്തുപണി ഡിഫറെൻ്റാണ്. ഈ ആനയുടെ ഈ കൊത്തുപണികൾ ഡിഫറെൻ്റാണ്. കാലുകളിലുള്ള കൊത്തുപണികളാണ്. ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ദശലക്ഷക്കണക്കിന് നേത്രങ്ങൾക്ക് വിരുന്നൊരുക്കിയ കൊത്തുപണികൾ നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ പുറത്തിലൂടെയുള്ളൊരു ദൃശ്യമാണ്. ഞാൻ നേരത്തെ അവിടുത്തെ ക്ഷേത്രത്തിലും ഇത് നേരത്തെയും കാണിച്ചിരുന്നു. ഞാൻ ഇത് എല്ലാ ക്ഷേത്രങ്ങൾക്കുള്ളത് തന്നെയാണ്. ഇവിടുത്തെയും വലിയൊരു മതിൽക്കെട്ടോടു കൂടിയ ക്ഷേത്രമാണ്. ഇവിടെ പുറത്തിലൂടെ ഓടിക്കാണാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ മുനിവിജയന്മാർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനും അവിടെ തന്നെ തപസ്സൊക്കെ അനുഷ്ഠിക്കാനുള്ള ഒരു സംവിധാനം. ചെറു ചെറു മുറികളുണ്ട്, നാൽക്കെട്ടുണ്ട്. കാശി വിശ്വേശ്വര ടെമ്പിൾ ആണ്. കാശി വിശ്വേശ്വര ടെമ്പിൾ കാശി വിശ്വനാഥൻ്റെ രീതിയിലാണ് കെട്ടിക്കേണ്ടത് അവിടുത്തെ ക്ഷേത്രം. ആണ് കാശി വിശ്വേശ്വര ടെമ്പിൾ. അകത്തും ഇവിടെ ഈ കൊത്തുപണികളാണ്, ഈ തൂണുകളാണ് ഇവിടെ. എല്ലാം ഒരു ആന ഉണ്ട്, സിംഹമുണ്ട്,
മുള്ള കുത്തോളികൾ. കാശി വിശ്വേശ്വര ടെമ്പിളിനെ കുറിച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്. 8-9 സെഞ്ച്വറികളിലാണ്. ചെടി മറിക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി പുതുതാണ്. ആ മുകളിലുള്ള വിമാനം കണ്ടാൽ ആ ഡിഫറൻസ് അറിയാൻ പറ്റും. വിമാനം ഇങ്ങനെ ചീളടുക്കി വെച്ച പോലുള്ള വിമാനങ്ങളാണ് ഒരു നോർത്ത് ഇന്ത്യൻ ശൈലി. ഇത് നമുക്ക് ഒറീസ ക്ഷേത്രങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ശൈലിയാണ്. മൊത്തം ശിവൻ്റെ മയമാണ്, ശിവമയമാണ് ഇവിടെ പട്ടടയ്ക്കൽ. പില്ലറാണ്, ഒറ്റക്കൽ പില്ലറാണ്. ഇതിൽ ഇൻസ്ക്രിപ്ഷൻസ് എന്തെല്ലാമോ രാജ നിബന്ധനകളോ കൽപ്പനകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇതാണ് മൊണോലിത്തിക്. പണ്ട് കാലങ്ങളിൽ രാജ്യത്തിൻ്റെ നയങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് സ്തൂപങ്ങൾ സ്ഥാപിക്കുക പതിവാണ്. അതിൻ്റെ ഒരു മോണ്യുമെൻ്റാണ്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ലിംഗങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും കാശി വിശ്വനാഥൻ, മല്ലികാർജുന, അതേപോലെ തന്നെ ഉണ്ട് ക്ഷേത്രം വിരൂപാക്ഷ ക്ഷേത്രം. ഇവിടെ പൂജയുണ്ട്. വിരൂപാക്ഷൻ്റെ മുന്നിൽ വലിയൊരു നന്ദിയുണ്ട്. ഈ ക്ഷേത്രം 1300 വർഷം പഴക്കമുള്ളതാണ്. വിരൂപാക്ഷ ക്ഷേത്രം കാണുന്നതാണ് മല്ലികാർജുന ക്ഷേത്രം. വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ടുള്ള ക്ഷേത്രമാണ്. ഇവിടെ പിന്നെ ക്ഷേത്രത്തിൽ പൂജകളൊന്നുമില്ല. അത്യാവശ്യം നല്ല കൊത്തുപണികളുണ്ട്. ഇതാണ് മല്ലികാർജുന ക്ഷേത്രം. ഇനി ഇത് മല്ലികാർജുന ക്ഷേത്രം. മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ പുറത്തിലൂടെയാണ് നമ്മൾ കാണുന്നത്. അതും വലിയ വിരൂപാക്ഷ ക്ഷേത്രം പോലെ തന്നെ വലുതാണ്. അവിടെ പക്ഷേ ക്ഷേത്ര പൂജകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനി കാണുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. നേരത്തെ പറഞ്ഞ 2 ക്ഷേത്രങ്ങളും ദ്രവീഡിയൻ, ചാലുക്യൻ രീതികളായിരുന്നെങ്കിൽ ഇവിടെ കാണുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. അതാണ് ഈ കാണുന്നത്. ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ഇത് 700 BC, 699 BC-യിലുള്ള സംഗമേശ്വര ക്ഷേത്രമാണ്. സംഗമേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലും പൂജാവിധികൾ ഏതുമില്ല. ആണ് സംഗമേശ്വര ക്ഷേത്രം. പാപനാഥ ടെമ്പിൾ എഴുതിയിട്ടുണ്ട്. അത് ഇതായിരിക്കുന്നു വിചാരിക്കുന്നു. വേറെ രേഖയൊന്നും ഇവിടെ കാണാനില്ല. ഇത് ചന്ദ്രശേഖര ക്ഷേത്രം. ഒരു ചെറിയ ഷ്രെയിനാണ്. ചന്ദ്രശേഖരൻ ക്ഷേത്രമാണ്. ഇത് നേരത്തെ കാണിച്ചത് തന്നെയാണ്. എല്ലാത്തിനെയും ഒരു സംഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ജഗൽനാഥ ടെമ്പിൾ. ജഗന്നാഥ ടെമ്പിളാണ് ഈ കാണുന്നത്. ഇതും ഒരു നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ പോലെയാണ് തോന്നുന്നത്. ജഗൽനാഥ ടെമ്പിൾ. ശിവലിംഗമുണ്ട്. ജഗൽനാഥ ടെമ്പിൾ.
ആണ് ജഗൽനിയാഥ ടെമ്പിൾ. ഇതാണ് ജംബുലിംഗ ക്ഷേത്രം. ഈ കാണുന്നത് ജംബുലിംഗ ക്ഷേത്രം. ഇത് നേരത്തെയും കണ്ടതാണ്. ഇത് കഥസിദ്ധേശ്വര ടെമ്പിൾ ആണ്. കഥസിദ്ധേശ്വര ടെമ്പിൾ ഈ കാണുന്നത്. ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുകയാണ്.